ഒരു പ്രകൃതി ഉണ്ടാവണം. അത് എല്ലാവർക്കും നമ്മെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സമീപിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ബഹുമുഖ വ്യക്തിത്വമാണ് ഒരു തത്വജ്ഞാനിക്ക് വേണ്ടത്. ശൗചമാചമനം സ്നാനം നതു ചോദനയാചരേത് അന്യാംശ്ച നിയമാൻ ജ്ഞാനി യഥാഹം ലീലയേശ്വര. ഇങ്ങനെ മനസ്സിലുള്ള സംഘർഷങ്ങൾ മുഴുവൻ അസ്തമിക്കുന്നു. ആശാപാശം മുഴുവനും തേഞ്ഞു പോണു. ആകർഷണ വികർഷണങ്ങൾക്ക് സ്ഥാനമേ ഇല്ല. ഇങ്ങനെ മനസ്സിനെ പവിത്രവും സ്വച്ഛവുമാക്കി എടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അതാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ മനോമേഖലയിലും ബുദ്ധിമേഖലയും അഹങ്കാരത്തിൻ്റെ മേഖലയിലുമെല്ലാം കടന്ന് പ്രവർത്തിച്ച് അവിടെയുള്ള മാലിന്യങ്ങളും ഈ മാറോലകളുമെല്ലാം മാറ്റി വെടുപ്പാക്കി ഉൾ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്ത് ശുദ്ധമാക്കുന്നതാണ് ജ്ഞാനം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേന്ന്. ഈ ജ്ഞാനം, തത്വജ്ഞാനം, ആത്മജ്ഞാനം അത് അനുധാവനം ചെയ്യുന്ന ശീലമുണ്ടല്ലോ, അതുപോലെ മനുഷ്യൻ്റെ ഉൾ വ്യക്തിത്വത്തെ ശുദ്ധമാക്കാനായി വേറെ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ലയെന്ന്. നഹി തസ്യ വികൽപ്പാഖ്യ യാചമദ്വീക്ഷയാ ഹത ആദേഹാന്താത് ക്വചിത്ഖ്യാതി തതഃ സമ്പദ്യതേ മയാ. നഹി തസ്യ വികൽപ്പാഖ്യ. ഇതൊക്കെ വലിയ വാക്കുകളാണ് പ്രേക്ഷകരെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്ഫുടം ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം സ്വർണത്തെ ഭസ്മമാക്കാൻ പല വിധത്തിലുള്ള സ്ഫുടീകരണവും വേണ്ടി വരും. സ്വർണ്ണഭസ്മം എന്ന് പറയാറുണ്ട്, എളുപ്പമല്ല. അതുമാതിരി നമ്മുടെ രസം വീണ അങ്ങനെ ഉരുണ്ടുരുണ്ട് പോണതാ. അതിനെ കൂടി നമുക്ക് ഭസ്മമാക്കാനുള്ള വഴിയുണ്ട് ആയുർവേദത്തിൽ. അതുപോലെ ഈ അധ്യാത്മജീവിതം, സന്യാസനിഷ്ഠ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉൾ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്ത് അതികോമളമാക്കുന്നതും സുന്ദരമാക്കുന്നതും ആകർഷകമാക്കുന്നതുമാണ്. ശത്രുക്കൾ പോലും അതിഷ്ടപ്പെടും. കുറേ കൊല്ലങ്ങൾ മുൻപ് 1986 എനിക്ക് കേരളത്തിൽ ഈ നമ്മുടെ മതാചാരങ്ങളും ഭക്തിയും വിശ്വാസവുമുള്ള മേഖലയിൽ ചില തകരാറുകളും തെറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. എളവൂരിലെ തൂക്കം അതേപോലെ ഒന്നാ. 32 അടി പൊക്കത്തിലൊരു ചാടുണ്ടാക്കി. ആ ചാടിൻ്റെ മുകളിൽ മുതുകിൽ 2 കുളത്ത് കുത്തി അങ്ങോട്ട് കയറ്റി ഒരാളെ ഈ 32 അടി പൊക്കത്തിൽ കെട്ടിത്തൂക്കുക, കയ്യിൽ വാളും കീളും ഒക്കെ ആയിട്ട്. ആ ആളെ ഒരു ഭക്തനാക്കുക. 10-41 ദിവസം വ്രതമുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്? വേറെ ആരോ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാ. ഞാൻ ഇന്ന ആളെ കൊണ്ടൊരു തൂക്കം വഴിപാട് എളവൂർ പുത്തൻകാവ് ദേവിക്ക് ചെയ്യാമെന്ന്. ആ ആൾ സ്വയമല്ല തൂങ്ങണത്, ഒരാളെ മേടിച്ച് തൂക്കിക്കുക. അങ്ങനെ ഒരു വഴിപാട്. അത് കാണാൻ പല ആൾക്കാരും. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം. ഇതാണല്ലോ നമ്മുടെ പ്രമാണം. അപ്പോൾ ഒരാളെ ഇങ്ങനെ തൂക്കാൻ പുറപ്പെട്ടാൽ കാണാൻ ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ എളവൂർ പുത്തൻകാവിലെ തൂക്കം പത്രക്കാരുടെ റിപ്പോർട്ടും ഒക്കെ ആയിട്ട് പ്രസിദ്ധമായി. ഇത് പത്രക്കാർ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നു. സ്വാമിജി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ കൊളുത്തുക. ഇതിനെവിടെയാ പ്രമാണം? ഈശ്വരനോടുള്ള ഭക്തി. ചിലരെ കവളത്ത് സ്വയം ശൂലം കുത്താറുണ്ട്. അത് അവർ സ്വയം കുത്തുന്നതാണ്. ഇത് വേറെ ഒരാളെ വാടകയ്ക്കെടുത്ത് കുത്തിച്ച് തുളച്ച് 32 അടി ഉയരത്തിൽ ഒരു ചാടുമ്മ കയറ്റി അത് വായുടെ ഉള്ളിൽ മൂത്ത പഴുക്കടയ്ക്കാണ് അങ്ങോട്ട് കടിക്കാൻ കൊടുക്കണത്, തരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെവിയിലോ നല്ലോണം കഠിനമായിട്ട് ഊതും ചെയ്യും, പ്രജ്ഞയും പോവാനായിട്ട്. ഇങ്ങനെയൊക്കെയാണ്. ഇത് ഭഗവാനോ ഭഗവതിയോ ആവശ്യപ്പെടുന്നതല്ല. ക്ഷേത്രാങ്കണത്തിന് പുറത്ത് ആരിങ്ങനെ കുത്തി തുളച്ചാലും അതൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് നടപടിയെടുക്കുക. പോലീസുകാർ കേസെടുക്കും. അങ്ങനെ ക്ഷേത്രബാഹ്യമായ സ്ഥലത്ത് മുഴുവനും ക്രിമിനൽ കുറ്റമായിരിക്കുന്ന ഒന്ന് ദൈവത്തിൻ്റെയും ഭക്തിയുടെയും പേരിൽ ആരാധ്യമാകുന്നത് എങ്ങനെ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയത്. ഞങ്ങൾ സന്യാസിമാരെ ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ എന്നുള്ള പേരിൽ സന്യാസിമാരുടെ സംഘടനയാണ്. ഞാനതിൻ്റെ പ്രസിഡൻ്റാണ് അന്നും ഇന്നും. പുരുഷോത്തമ സ്വാമിജിയും ഞാനും ബാക്കിയുള്ള സന്യാസിമാരും എല്ലാവരും കൂടി അതിന് തക്ക നടപടിയെടുക്കണം എന്ന് തീരുമാനിച്ചു. എന്താണ് നടപടി? എല്ലാവരും കൂടി കുത്തിത്തുളച്ച് ചാടുമ്മ പൊക്കി വട്ടം തിരിക്കാനാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ പോയി ദേവിയുടെ മുൻപിൽ, നടയുടെ മുൻപിലാണ് കിടക്കും, ഞങ്ങളുടെ മോളിൽ കൂടി വേണം ചാടും കൊണ്ടുപോകാൻ. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ആരെയും ഒന്നും എതിർക്കാൻ പോകുന്നില്ല. അവർക്കെങ്ങനെയാണോ കുത്തിത്തുളച്ച് പൊന്തിച്ച് ഓടുന്ന വഴിപാട്, അതേമാതിരി ഞങ്ങൾ ദേവിക്ക് ഒരു വഴിപാട് നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കിടക്കും, ഞങ്ങളുടെ മോളിൽ കൂടി ചവിട്ടി വേണം ചാടു പോവാൻ. അപ്പോൾ അവർ പറഞ്ഞു അവർ 41 ദിവസമായി വ്രതം എടുത്തിട്ടെന്ന്.
ഞാൻ പറഞ്ഞു 21 ദിവസമായി ഞങ്ങളുടെ വ്രതം. അങ്ങനെ 41, 21 2 വ്രതവും. ഒരു വ്രതം അനുവദിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വ്രതവും അനുവദിക്കണമല്ലോ. അതുമാതിരി നമ്മുടെ പങ്ങാവ് ശിവക്ഷേത്രം ചെറുതുരുത്തിയിൽ ശിവക്ഷേത്രത്തിൻ്റെ ഊട്ടുപുര സഹകരണ ആസ്പത്രി എന്തോ ഒരു ശരിയല്ലാത്ത തീരെടുത്ത് മേടിച്ച് അതിലെ ആസ്പത്രി വാടാൻ തുടങ്ങി. ക്ഷേത്രം പൂട്ടിയിട്ടു. ഈ ഊട്ടുപുര എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അതിർത്തിയുടെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചോര വീഴലും മുറിക്കലും ഒക്കെ ആയാൽ അത് പൂജയ്ക്ക് ചേരുന്നതല്ല. 5 കൊല്ലം പൂട്ടിയിട്ടു. അപ്പോഴാണ് അവർ ഞങ്ങളുടെ അടുത്ത് വന്നത്. ഒരു 10 മാസം ഞങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വന്നു അതിന്, പല വിധത്തിലുള്ള പരിപാടികളും. അപ്പോൾ ഇങ്ങനെയുള്ളത് നേരിടുമ്പോൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനും അവരെ ആവേശം കൊള്ളിക്കാനും വേണ്ടി നിയമത്തിന് വിധേയമായി ശാന്തമായി ധാർമ്മികമായിട്ടുള്ള നടപടികളാണ് ഞങ്ങൾ എടുക്കുക. ഞങ്ങൾ എന്താ ചെയ്യുക? തപസ് ചെയ്യും. തപസ്സാണ് ചെയ്യുക. വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം നടത്തി, മൃത്യുഞ്ജയ ഹോമം നടത്തി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 5 ദിവസം പട്ടിണി കിടന്നു. 5-ാമത്തെ ദിവസം ഗവൺമെൻറ് വന്ന് വെക്കേഷൻ നോട്ടീസ് അവിടെ ഒട്ടിച്ചു. എന്നിട്ടും അവർ ഒഴിയാൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങളുടെ ഒക്കെ ഈ നടപടി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വേണ്ടതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയോ? ആ സമയത്ത് ഞാൻ വളരെ ചൊടിയിൽ സംസാരിക്കും, ആവേശത്തോടു കൂടി സംസാരിക്കും. പറയുന്നതിൽ ഒരു വിധത്തിലുള്ള നിയമലംഘനത്വം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ എതിർ പാർട്ടിയിലുള്ളവർ പലരും എന്നോട് പറയാറുണ്ട്, സ്വാമിജിയുടെ പ്രസംഗം കേൾക്കാൻ അവർ നല്ലപോലെ വന്ന് നിൽക്കുന്നു. അപ്പം നമ്മുടെ എതിർ പാർട്ടിയിലുള്ളവർക്ക് ഇത്ര ആകർഷണത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം അതിനുണ്ടാവണമല്ലോ. എന്താ? അതാണ് നമ്മുടെ സമ്പ്രദായം. കൊടുങ്ങല്ലൂരിലെ തെറിപ്പാട്ട് നിർത്തണം എന്ന് പറഞ്ഞ് പുറപ്പെട്ട് അവിടെ ഒരു മീറ്റിംഗ് കൂടി. അങ്ങനെ മീറ്റിംഗ് കൂടി സംസാരിക്കുന്ന സമയത്ത് എതിർ പാർട്ടിക്കാർ അവരുടെ മുദ്രാവാക്യങ്ങളും വിളിച്ചിങ്ങനെ വന്നു നമ്മുടെ പന്തലിൻ്റെ അടുക്കലേക്ക്. അപ്പം ഞാൻ സംസാരം നിർത്തി. അവർ നടന്നങ്ങോട്ട് പോട്ടെ, എന്നിട്ട് മതി. അവർക്ക് മുദ്രാവാക്യം വിളിക്കണമല്ലോ, ഞാൻ സംസാരം നിർത്തിക്കളയാന്ന്. ആ നിർത്തിയിട്ടുള്ള ഒരു നിർത്തലുണ്ടല്ലോ, അത് തന്നെ അവരെ വളരെ ക്ഷീണിപ്പിച്ചു കളഞ്ഞു. അപ്പം എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നഹിതസ്യ വികൽപ്പാഖ്യ. നമ്മൾ ഈ വക കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ സന്യാസിമാരും തത്വജ്ഞാനികളും നേതൃത്വം കൊടുക്കുന്നതായ ധാർമ്മികമായ പ്രതിരോധങ്ങളായിരുന്നു ഇതെല്ലാം. തെറ്റായ നടപടികൾ പാടില്ല. ഭഗവതിയെ പൊതുനിരത്തിലൂടെ തെറിപ്പാട്ട് പറഞ്ഞ് ബാക്കിയുള്ളവരെ അതൃപ്തിപ്പെടുത്തി ദേവിയെ തൃപ്തിപ്പെടുത്തരുത്. മുതുകിൽ കുത്തിത്തുളച്ച് വാടകയ്ക്കെടുത്ത് ഒരു ഭക്തനെ തൂക്കിയിട്ട് വേണ്ട ദേവിക്ക് വഴിപാട് കൊടുക്കാൻ. നിങ്ങളുടെ മനസ്സിനെ കൊടുക്കൂ, നിങ്ങളുടെ തിന്മയെ കൊടുക്കൂ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് കുറേ കൊടുക്കൂ, അങ്ങനെ സാത്വികമാക്കി തീർക്കൂ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ദേവിയുടെ കോപമുണ്ടാവില്ലേ? നമ്മുടെ വസൂരിമാലയാണ് കൊടുങ്ങല്ലൂർ ദേവി. സ്വാമിജി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വാമിജിക്ക് വസൂരി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വസൂരി നമ്മുടെ നാട്ടിൽ തന്നെ ദേശത്തുനിന്ന് തന്നെ പോയി. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ദേവി വസൂരിയെ സംബന്ധിച്ചിടത്തോളം കാലഹരണപ്പെട്ട ദേവിയാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ഒരാളെ എന്നോട് ചോദിച്ചുള്ളൂ, സ്വാമിജിക്ക് എവിടുന്നാണ് ഇത് പറയാനുള്ള ഒരു തെളിച്ചവും ഒരു ധൈര്യവും വരണത്? എനിക്ക് ശാസ്ത്രങ്ങൾ അറിയാം, സത്യമറിയാം. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്. ക്ഷേത്ര നിർമ്മാണം തച്ചുശാസ്ത്രപ്രകാരമാണ്. തച്ചുശാസ്ത്രം ഈശ്വരനൊന്നും വിധിച്ചതല്ല, നമ്മളാണ്. ശ്രീമദ് ഭാഗവതമടക്കം വേദവ്യാസരുടെ കൃതിയാണ്, സൃഷ്ടിയാണ്, രചനയാണ്. ദൈവം എന്നുള്ള വാക്കുപോലും നമ്മുടെയാണ്. അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പം ആര് സങ്കല്പിച്ചോ ആ ആൾ വേണം അത് വ്യാഖ്യാനിച്ച് വിവരിച്ച് നമുക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും ഈ കാര്യങ്ങളെക്കുറിച്ച് വികൽപ്പാഖ്യ, നമ്മൾ പറയുന്നത് ശരിയാണോ, ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ, നന്മ ഉറപ്പുവരുത്തുന്നതാണോ, എല്ലാവരുടെയും കല്യാണവും മംഗളവും ഉദ്ദേശിച്ച് ചെയ്യുന്നതാണോ, അങ്ങനെ നിരുപദ്രവമായി ജനങ്ങളുടെ കല്യാണം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാവണം. നഹി കല്യാണകൃത്കശ്യത് ദുർഗതിം താതഗച്ഛതി എന്ന് കൃഷ്ണൻ്റെ വാഗ്ദത്തമാണ് ഭഗവത്ഗീതയിൽ. നന്മ ഇച്ഛിക്കുന്നവൻ ആരായാലും അവന് ഒരു കാലത്തും അധപ്പതനം വരില്ല. അപ്പോൾ ഈ തത്വജ്ഞാനം കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താ? നഹിതസ്യ വികൽപ്പാഖ്യ. അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലൊരു വികല്പം വരില്ല. വികല്പം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സന്ദേഹം, സംശയം. എപ്പോഴാണ് ഈ വികല്പം ഉണ്ടാവുക? ഒന്നിലധികം ഉണ്ടെങ്കിൽ സന്ദേഹമായി. ഒന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്താ സംശയിക്കാനായിട്ട് എന്താ സ്ഥാനം? എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, ഒരു ഈശ്വരനേ ഉള്ളൂ, സർവ്വവ്യാപിയാണ്, കാണുന്നതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ സംശയിക്കുക? അയ്യോ ഇത് ഈശ്വരനല്ല വേറെ ഒന്നാണാവോ? അപ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിലോ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എങ്കിലോ പിന്നെ നിങ്ങൾക്ക് എന്തിനും ചൊല്ലിയ സംശയം? ആർക്കെങ്കിലും സംശയമുണ്ടോ? സ്വാമിജി ഞാനല്ലാതെയായിട്ടോ എന്നാരെങ്കിലും പറയാറുണ്ടോ? ഞാൻ എന്നുള്ളത് എപ്പോഴും ഞാൻ തന്നെയാണ്, അത് ഇതുവരെ മാറിയിട്ടില്ല, മാറൂല്ല. അപ്പം ഞാനെക്കുറിച്ച് സംശയമുണ്ടോ? എന്താ സംശയം? അപ്പം അവർക്ക് ഒരിക്കലും വികല്പം ഉണ്ടാവില്ല, ഭേദബുദ്ധി ഉണ്ടാവില്ല.
യാചമദ്വീക്ഷയാ ഹത. എന്താ കാരണം? ഈശ്വരനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ, അനുഭവം സാക്ഷാത്കാരം സിദ്ധിച്ചതിൻ്റെ പേരിൽ അവർക്ക് എല്ലാവിധത്തിലുള്ള സംശയവും തുടച്ചു നീക്കപ്പെട്ടിരിക്കും. അവരുടെ ബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞു. അതിൽ കണ്ണുകൾക്ക് മുമ്പേ രൂപങ്ങളും നിറങ്ങളും പ്രകാശങ്ങളും എങ്ങനെയോ അതുപോലെ അവരുടെ ബുദ്ധിക്ക് മുൻപിൽ അന്തരാത്മാവും സ്വയം പ്രകാശമായി ജാജ്വല്യമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആ ദേഹാന്താത് ക്വചിഖ്യാതിഹി. ഈ ലോകം എന്ന് പറയുന്നത് എത്ര കാലമാ ലോകം? അറിവില്ലാതെയിരിക്കുന്നിടത്തോളം കാലം, മോഹമുള്ളിടത്തോളം കാലം. സമ്പൂർണമായിരിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവൻ്റെ മുൻപിൽ ലോകമല്ല, അത് ഈശ്വരനാണ്. ഈശ്വരനെ വിട്ടൊരു ലോകമില്ല, ഒരു പ്രതീതിയില്ല. ചിന്തകനെ വിട്ട് ഒരു ചിന്തനമോ ചിന്തയോ ഇല്ല. ചിന്ത എന്ന് നാം പറയുന്നത് മനസ്സ് തന്നെയാണ്. അതുപോലെ യാചമദ്വീക്ഷയാഹത. എല്ലാ തരത്തിലുള്ള സംശയങ്ങളും ഭ്രമങ്ങളും ദ്വൈതം രണ്ട് എന്നുള്ളതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ളത് മുഴുവൻ മദ്വീക്ഷയ, ശരിയായ ഈശ്വര ദർശനത്തിൻ്റെ വൈഭവത്താൽ ഹത, ഹനിക്കപ്പെട്ടു കഴിഞ്ഞു. ആദേഹാന്താത് ക്വചിത് ഖ്യാതി. ദേഹം വിഴുന്നത് വരെ ഇന്ദ്രിയങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ കണ്ണ് കാണുകയും കാത് കേൾക്കുകയും മൂക്ക് മണക്കുകയും ചെയ്താൽ കാഴ്ച കണ്ണിനുള്ളതാണ്, ശ്രവണം ചെവിക്കുള്ളതാണ്, മണം മൂക്കിനുള്ളതാണ്, രുചി നാവിനുള്ളതാണ്. ഈ ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ദ്രിയ പദാർത്ഥങ്ങളും ഉണ്ടാവും. അത് ദേഹാന്താത് എന്ന് പറഞ്ഞാൽ ദേഹം വിഴുന്നത് വരെ അത് ഉള്ളതുപോലെ തോന്നിയാലും തതഃ സമ്പദ്യതേമയ, അത് സ്വപ്നം പോലെയുള്ള ഒരു സാധനമായി കഴിയും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കടലാസ് അത് കത്തിച്ച് കഴിഞ്ഞ് അവിടെ കിടക്കണു. ആ കടലാസിൻ്റെ ആകൃതി പോയിട്ടില്ല, പക്ഷെ അത് കടലാസാണോ? കരിഞ്ഞു കഴിഞ്ഞു. അത് എടുക്കാനോ മടക്കാനോ എഴുതാനോ പറ്റില്ല. അതുമാതിരി ആയിത്തീരും ഈ ലോകപ്രതീതിന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? ഈ പ്രതീതി നിങ്ങളുടെ മനസ്സിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകം എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിലുള്ള പ്രതീതിയാണ് നിങ്ങൾ അനുഭവിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും. എൻ്റെ മുൻപിൽ 3 ആളുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്നിട്ടാണ് പറയുന്നത്. ആൾക്കാർ നിൽക്കുന്നത് കുറേ ദൂരെയാണ്, 25, 30, 40 അടി ദൂരെയാണ്. ഞാൻ 40 അടി ദൂരത്തേക്ക് പോയിട്ടില്ല, ഇവിടെ ഇരുന്ന് കണ്ണുകൊണ്ട് നോക്കി പറയുക. അപ്പോൾ ആ കാണുന്ന 4 പേരും കണ്ണിലൂടെ എൻ്റെ ഉള്ളിൽ വന്ന് ഒരു പതിപ്പുണ്ടാക്കി ആ പതിപ്പിനെ കണ്ടുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ ആണ് എൻ്റെ മുൻപിൽ 4 ആളുണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലോകം മുഴുവനും മാനസമാണ്, മനഃകൃതമാണ്. മനസ്സിലുള്ള ഛായകളും പതിപ്പുകളും ചിത്രങ്ങളുമാണ്. ആ ചിത്രങ്ങൾ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളിടത്തോളം കാലം ഉള്ളതുപോലെ അങ്ങോട്ട് തുടരട്ടെ. തതഃ സമ്പദ്യതേമയ. ശരീരം വീണു കഴിഞ്ഞാൽ, ശരീരം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതെ ആയിക്കഴിഞ്ഞാൽ സമ്പദ്യതേമയ, എന്നോടുകൂടി അവർ ചേരുകയായി. അതുവരെ സ്വപ്നം പോലെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവിതം ലഘൂകരിക്കപ്പെട്ടു. അതിൻ്റെ കനവും അതിൻ്റെ ഭാരവും അതിൻ്റെ സംഘർഷവും എല്ലാം തന്നെ ഇല്ലാതെയായി. ഉല്ലാസവാനായി പൂർണ്ണചന്ദ്രൻ്റെ നിലാവിൽ അങ്ങനെ നടക്കുന്നത് പോലെയാണ് പ്രപഞ്ചത്തിൽ അവരുടെ വിഹരണം. നഹിതസ്യ വികൽപ്പാഖ്യ യാചമദ്വീക്ഷയാ ഹത ആദേഹാന്താത് ക്വചിത് ഖ്യാതിഹി തതഃ സമ്പദ്യതേ മയാ. ഇതന്നെയല്ലേ കൃഷ്ണൻ പറയുന്നത് ഗീതയിൽ? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. 18 അധ്യായത്തിൽ അർജുനൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പുതിയ ആശയങ്ങളും തെളിച്ചങ്ങളും നൽകി നിറച്ച് വികസിപ്പിച്ച് സൂക്ഷ്മീകരിച്ച് ലഘൂകരിച്ച് കൊണ്ടുവന്ന് അവസാനം പറയാണ്, അർജുന ഒരിക്കലും വിഷമിക്കേണ്ട. സർവധർമാൻ പരിത്യജ്യ. ധർമ്മം എന്നുള്ള പേരിൽ പല വിധത്തിലുള്ള സങ്കല്പങ്ങളും പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും വിളംബരങ്ങളും വിധികളും നിഷേധങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നീ അനേകമാണ് എന്ന് വിചാരിച്ച് എല്ലാ ധർമ്മങ്ങളെയും കൈവിട്ടോളൂ. ഞാൻ ഇത്രയും നേരം 18 അധ്യായങ്ങളായി പറഞ്ഞു തന്നത് നീ മനസ്സിലാക്കിയല്ലോ. നിൻ്റെ മനസ്സിൽ ഈ വാക്കുകളും ആശയങ്ങളും പതിഞ്ഞിട്ടില്ലേ? അപ്പോൾ പഴയ മനസ്സല്ല ഇപ്പോഴത്തെ മനസ്സ്. പഴയ മനസ്സിലൊക്കെ തകരാറുകളും സംശയങ്ങളുമായിരുന്നു, ഇപ്പോൾ തെളിച്ചങ്ങളാണ്. അപ്പം അത് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താ? എല്ലാം കൂടി ഒന്നേ ഉള്ളൂ അർജുന. ആ ഒന്നിനെ പങ്കുവയ്ക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം? ഒരു സമുദ്രം പരന്നു കിടക്കണം.
അതിൽ നടുക്കിൽ ഞാനൊരു വര വരച്ചിട്ട് പറയുകയാണ്, വലത്ത് ഭാഗത്തുള്ള വെള്ളം അശുദ്ധം, ഇടത്ത് ഭാഗത്തുള്ളത് ശുദ്ധം എന്ന് പറഞ്ഞാൽ ശരിയാവോ? ആകാശത്തിന് ഞാൻ പങ്കുവച്ചു എന്നിട്ട് പറയുകയാണ്, അപ്പുറത്തുള്ളതൊക്കെ പാപമാ, ഇപ്പുറത്തുള്ളത് പുണ്യമാന്ന് പറഞ്ഞാൽ ശരിയാവോ? ശരിയാവില്ല. അതുപോലെയാണത്. ഇവിടെ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ മനസ്സാണ് ഭ്രമിപ്പിച്ച് പലതാക്കി തീർക്കുന്നത്. അങ്ങനെ പലത് എന്ന് പറയുന്ന പ്രതീതിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ധർമാധർമ്മ പരിഗണനകളുണ്ടല്ലോ, അതിനെ മുഴുവനും പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട് ഏകം മാം ശരണം വ്രജ, ഒന്നായിരിക്കുന്ന എന്നെ ശരണം പ്രാപിക്കൂ. എന്താ ഇതിനർത്ഥം? അനവധി എന്നുള്ള തോന്നലും ഭ്രമവും വിട്ട് ഏകം എന്നുള്ള സത്യത്തെ മുറുക്കി പിടിക്കുക. ഇതാണ് ശരി. അങ്ങനെ മുറുക്കി പിടിച്ചാൽ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, മനസ്സിൽ നിന്ന് അനേക പ്രതീതി പോയി ഏകപ്രതീതി ഉറച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ കൃഷ്ണനൊന്നും വരണ്ട നമ്മളെ മോചിപ്പിക്കാൻ. ആ ഏകപ്രതീതി ആയാൽ അത് തന്നെ മോചനമായി, മുക്തിയായി. അപ്പോൾ ഒരു നിലയ്ക്ക് കൃഷ്ണൻ ഒരു ദ്വൈത ഭാഷയിലാണത് അർജുനനോട് പറഞ്ഞത്. അത് പറയാനുള്ള അടിസ്ഥാനം കൃഷ്ണൻ എന്തായിരുന്നു? ഈ ലോകം മുഴുവനും വാസ്തവത്തിൽ ഒന്നാണ്. ആ ഒന്ന് തൻ്റെ സ്വന്തം ശക്തിയാലും വിശേഷത്താലും പലതാണ് എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ പലത് എന്നുള്ളത് വിട്ട് ഒന്നിനെ അങ്ങോട്ട് പിടിച്ചാൽ ആ ഒന്ന് സ്വയം ബന്ധിക്കപ്പെടില്ലല്ലോ, അതിന് മോക്ഷവും വേണ്ടല്ലോ. അപ്പോൾ ആ ഒന്ന് എന്നുള്ള അറിവും ബോധവും കാഴ്ചപ്പാടും അത് തന്നെയാണ് മുക്തി, അത് തന്നെയാണ് മോചകം. അവിടെ പിന്നെ കൃഷ്ണൻ രണ്ടാമത് വന്ന് നിങ്ങളെ കൈ പിടിച്ച് എണീപ്പിക്കൊന്നും വേണ്ട, ആ ആവശ്യമൊന്നുമില്ല. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അതുകൊണ്ട് അർജുന മാ ശുച, നീ ദുഃഖിക്കരുത്, ദുഃഖിക്കേണ്ട. ദുഃഖത്തിൽ നിന്നാണല്ലോ അർജുനൻ തുടങ്ങിയത്. എനിക്ക് തുടച്ചു മാറ്റാൻ വയ്യ ദുഃഖം, എൻ്റെ ശരീരത്തെയും മനസ്സെയും മുഴുവനും കാർന്ന് പിടിച്ച് ദഹിപ്പിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണം ഇന്ദ്രിയാണാം എന്നല്ലേ പറഞ്ഞത്. അത് ഓർമ്മ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ പറയാണ് മാ ശുച. അപ്പോൾ അവസാനിപ്പിക്കുമ്പോഴും ശുച മാ എന്ന് തന്നെയാണ് പറഞ്ഞത്. തുടക്കത്തിലോ അശോച്യാൻ അന്വശോചസ്ത്വം, ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ചാണ് അർജുന നീ ദുഃഖിക്കുന്നത് എന്ന്. അപ്പോൾ അർജുനൻ്റെ ദുഃഖം ആവശ്യമില്ലാത്തതാണ്, അസ്ഥാനത്താണ്, പ്രയോജനവുമില്ലാത്തതാണ്. അതുതന്നെയാണ് അവസാനവും പറഞ്ഞു നിർത്തുന്നത്. ദുഃഖോദർക്കേഷു കാമേഷു ജാതനിർവേദ ആത്മവാൻ അജിജ്ഞാസിതമദ്ധർമ്മോ ഗുരും മുനിം ഉപാവ്രജേത്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. ദുഃഖോദർക്കേഷു കാമേഷു, ഈ പ്രസ്താവനകളും ഈ പ്രതിപാദനങ്ങളും ഉണ്ടല്ലോ, ഇത് സന്യാസിയെ സംബന്ധിച്ചല്ല പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെയും മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും അവയെ തട്ടിക്കൊണ്ടുള്ളതായ ആശയങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് സന്യാസിമാർക്ക് മാത്രം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദുഃഖോദർക്കേഷു കാമേഷു ജാതനിർവേദ ആത്മവാൻ. ദുഃഖോദർക്കേഷു കാമേഷു, നമുക്ക് പലതും ഇവിടെ അനുഭവിക്കണം എന്ന് തോന്നുന്നുണ്ട്. സുഖഭോഗങ്ങൾ ഇത് അനുഭവിക്കണമെങ്കിൽ ഈ സാമഗ്രികൾ വേണം. താമസിക്കണമെങ്കിൽ ഒരു വീട് കെട്ടണം. ഇന്നത്തെ കാലത്ത് ഒരു വീട് കെട്ടാൻ പഴയ മാതിരി 1000 10,000 ഒന്നും പോരാ, ലക്ഷക്കണക്കിന് പറഞ്ഞാൽ മതി. ഇപ്പോൾ പട്ടണങ്ങളിൽ ഒരു വീടിന് കോടിക്കണക്കിനാണ് വില. 10,000 ലക്ഷമൊന്നുമല്ല, കോടിക്കണക്കിന് ഓരോ ഫ്ലാറ്റിനോ ഓരോ വീടിനോ വില കാണുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ സുഖം വേണം എന്ന് പറഞ്ഞാൽ പല സാമഗ്രികളും സൗകര്യങ്ങളും ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ വളരെ പ്രയത്നമുണ്ട്. ഇനി ഉണ്ടാക്കി കഴിഞ്ഞാലോ അത് സൂക്ഷിക്കാനും വിഷമാണ്. നമ്മൾക്ക് ഡൽഹിക്കടുത്ത് ഉത്തർപ്രദേശിലാണ് വാസ്തവത്തിൽ അത്, പക്ഷേ ഔട്ടർ ഡൽഹിയിലാണെന്ന് വെച്ചോളൂ. അവിടെ ഞങ്ങൾക്കൊരു ആശ്രമമുണ്ട്, 2 ഏക്കർ സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് ഒരാൾ ഒരു ഗൃഹമുണ്ടാക്കി, ഒരു വീടുണ്ടാക്കി ആശ്രമത്തിലേക്ക് നമുക്ക് തന്നു, അത് സമർപ്പണമായിട്ട്. അതല്പം പുറത്തും റോഡിൻ്റെ തൊട്ടപ്പുറത്താണെന്ന് വെച്ചോളൂ. അവിടെ 3 4 തവണ കളവുണ്ടായിട്ടുണ്ട്. എന്താ കളവ്? ഈ പൈപ്പ് സാമാനങ്ങളുണ്ടല്ലോ, ടാപ്പ്, ഈ മാതിരി കാര്യങ്ങൾ, അതൊക്കെ കട്ടുകൊണ്ട് പോവുക. അതിന് വലിയ വിലയാണല്ലോ. നല്ല ടാപ്പ്, സിങ്കിലുള്ള ടാപ്പ്, ബാത്റൂമിലുള്ള ടാപ്പ്, ഷവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളെങ്കിൽ അതൊക്കെ കട്ടുകൊണ്ട് പോവുക. അത് ഒരു തവണയല്ല, പല തവണയായി കഴിഞ്ഞു. ഒരു തവണ കട്ടുകൊണ്ട് പോയപ്പോൾ ഒരു ദർവാനുണ്ട്. ആ ദർവാനോട് ചോദിച്ചപ്പോൾ എന്നെ എല്ലാവരും കൂടി പിടിച്ചു നിർത്തിയിട്ട് അകത്ത് കടന്നേന്ന് പറഞ്ഞു. അവസാനം പോലീസിനെ അറിയിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അയാൾ അവിടെ നിന്ന് പോയിട്ടേ ഇല്ല. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ദുഃഖോദർക്കേഷു കാമേഷു, ഒരു വീടുണ്ടാക്കിയാൽ
അതിൽ വേണ്ടതുപോലെ താമസിക്കാനുള്ളൊരു സ്വൈരവും കൂടി ഉറപ്പ് വരുത്താൻ നമ്മുടെ രാജ്യത്തിൽ സർക്കാരും ഭരണവും ഇല്ല. ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുമോ? ഇത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാലും രാജ്യഭരണം ഓരോ വ്യക്തിയുടെ കയ്യിലല്ല, അത് തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ കയ്യിലാണ്. അവർ ഉറപ്പ് വരുത്തണം ഏത് വ്യക്തിയും ഏത് കുട്ടിയും ഏത് സ്ത്രീയും ഏത് സമയത്തും സ്വച്ഛമായി സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കണം, കിടന്നുറങ്ങാൻ അവർക്ക് പറ്റണം. ഇത് അടിക്കുക, പിടിക്കുക, കഴുത്തിലത്തെ താലി കൊണ്ടുപോവുക, തട്ടിക്കൊണ്ടുപോവുക, ഇതെന്താ ഇതിനർത്ഥം? ഇത് ഒരു തരത്തിലുള്ള അരാജകത്വമല്ലേ? അപ്പം ഈ കാലത്ത് കഴിഞ്ഞുകൂടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ദുഃഖോദർക്കേഷു കാമേഷു ജാത നിർവേദ ആത്മവാൻ. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സുഖസാമഗ്രികളൊക്കെ ശേഖരിച്ച് ഒരുക്കുകൂട്ടി കൊണ്ട് ഭരിക്കണത് എളുപ്പമല്ല. എനിക്കിതൊന്നും വേണ്ട എന്നൊരു തോന്നൽ മനുഷ്യന് വന്നു. ആത്മവാൻ, കുറേയൊക്കെ ധാർമ്മിക ബോധം, ധാർമ്മിക നിഷ്ഠയൊക്കെ ഉണ്ട്. എന്നാലും ജ്ഞാനം എന്ന് പറയണതില്ല. അപ്പം അതിനെന്തു വേണം? ദുഃഖോദർക്കേഷു കാമേഷു ജാതനിർവേദ ആത്മവാൻ. ഈ സന്യാസം എന്ന് പറഞ്ഞുവല്ലോ, അനവധി ആൾക്കാർ സന്യാസം എടുക്കുന്നുണ്ട്. ആ സന്യാസത്തിൽ ഞാൻ നിങ്ങളോട് പലതും പറയുണ്ടായി. എന്ത്? കുടീചകൻ, ബഹൂതകൻ, ഹംസൻ, പരമഹംസൻ, അത്യാശ്രമി എന്നിങ്ങനെ പലതും പറഞ്ഞു. അത് മൊത്തത്തിൽ വിദ്വത് സന്യാസം, വിവിദുഷാ സന്യാസം എന്ന് രണ്ടെണ്ണമാണ്. സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മജ്ഞാനം, ആത്മസ്ഥിതി അത് കൈവന്നിട്ട് അതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്യസിച്ച് അതിനെപ്പറ്റി 4 വാക്ക് ജനങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അതാണ് വിവിദുഷാ സന്യാസം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ആത്മജ്ഞാനവും മോക്ഷം, ജീവൻ മുക്തി അതേ വേണ്ടൂ. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് സന്യസിക്കാം. സന്യാസ ജീവിതം അത് കൂടുതൽ ഭദ്രമായിട്ട് പിന്തുടരാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ 2 തരത്തിലുള്ള സന്യാസ. ഇവിടെ ഇപ്പം എന്താ പറയുന്നത്? ദുഃഖോദർക്കേഷു കാമേഷു ജാതനിർവേദ ആത്മവാൻ. വൈരാഗ്യം വന്നിട്ടുണ്ട്, എന്നാൽ ആ പരമമായ ഭക്തിയോ അല്ലെങ്കിൽ ആത്മജ്ഞാനമോ ഇത് രണ്ടും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ആ ആൾ എന്തു വേണം? അജിജ്ഞാസിതമദ്ധർമ്മോ ഗുരും മുനിം ഉപാവ്രജേത്. അജിജ്ഞാസിതമദ്ധർമ്മ. ആ ഭക്തിധർമ്മത്തെപ്പറ്റി, ഭക്തിധർമ്മത്തിനെ പറ്റി ഇവിടെ പറയുണ്ടായി. ഇവിടെ എന്താ പറഞ്ഞത്? യാജമദ്വീക്ഷയാഹത. ഈ പ്രപഞ്ചം എന്നുള്ള പ്രതീതി മുഴുവനും ശരിയായ ഒരു ഭക്തൻ്റെ മനസ്സിൽ പൂർണ്ണമായി ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിൻ്റെയും സാക്ഷാത്കാരത്തിൻ്റെയും മുൻപിൽ കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞങ്ങോട്ട് പോവും. ആ നില വന്നിട്ടില്ല എന്ന്. ആ ആൾ എന്തു വേണം? ഗുരും മുനിം ഉപാവ്രജേത്. മഹർഷി മുനിയായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് ആശ്രയിച്ച് ചെല്ലണമെന്ന്. എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരണത് എന്താ? അന്തിമ സത്യം അറിയാന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള രഹസ്യ. നചികേതസ് യമധർമ്മരാജാവിനോട് ചെന്ന് ചോദിച്ചപ്പോൾ പലതും പറഞ്ഞ് യമധർമ്മരാജാവ് നിരുത്സാഹപ്പെടുത്തി തട്ടിച്ചു കളയാനാണ് നോക്കിയത്. ദേവൈരത്രാപി വിജിഗിത്സിതം പുരാ. ദേവന്മാർക്ക് പോലും നീ ഈ ചോദിച്ച ചോദ്യത്തിൽ സംശയമുണ്ട്. മരണാനന്തരം മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ മരിക്കുന്നുണ്ടോ അതോ അമരനോ? ഇത് തീർത്തു പറയാൻ ആർക്കും സാധിക്കുന്നില്ല. ദേവന്മാർക്ക് പോലും സംശയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അന്തിമ സത്യം അറിയുന്നത് എളുപ്പമല്ല. സന്യസിച്ചത് കൊണ്ട് മാത്രം അറിയാൻ പറ്റില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധന ചെയ്യണം. ആ സാധന വേണ്ടതുപോലെ രൂപപ്പെടണം, നടത്തണം എന്നുണ്ടെങ്കിൽ തത്വജ്ഞാനിയായിരിക്കുന്ന ഒരു കൃപാലുവായ ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പഠനം. അപ്പോൾ എൻ്റെ ഗുരുദേവൻ്റെ പേര് ബാബ ഗംഗാധർ പരമഹംസൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ മൂർഷിദാബാദ് ഡിസ്ട്രിക്റ്റിലായിരുന്നു താമസം. അപ്പോൾ അദ്ദേഹം ശാന്തമായി കഴിയുന്ന ഒരാളാണ്. ഒരു ദിവസം അനവധി മണിക്കൂർ നേരം തലകുത്തി നിൽക്കും, ഹാർമോണിയം വായിക്കും, സിത്താർ വായിക്കും, പാടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ, വേറെ ഒരു പ്രവൃത്തിയില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം ഒരു 6 അടി പൊക്കണ്ട് ഒരു സന്യാസി ദണ്ടും കമണ്ടലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു. എങ്ങനെയാണ് അദ്ദേഹം വന്നതെന്നറിയില്ല. എൻ്റെ ഗുരുദേവൻ അങ്ങനെ പ്രചാരത്തിന് വേണ്ടി ഒന്നും ചെയ്തുകൊണ്ടിരുന്ന ആളോ അനവധി ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന ആളല്ല. അദ്ദേഹം വന്നപ്പോൾ എന്താ വന്നേ നമസ്കരിച്ചപ്പോൾ ചോദിച്ചു, അതെ എന്നോടൊന്നും പറയരുത്, എനിക്ക് ബ്രഹ്മജ്ഞാനം വേണം, അത് തരുമില്ലേ? അപ്പം ബ്രഹ്മജ്ഞാനം തരിക വരുന്ന ചിന്ത കടയിൽ പോയി വാങ്ങണതും മേടിക്കണതുമാണത്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടെ ഇരിക്കൂ കുറച്ച് ദിവസം ഈ കുടീരത്തിൽ. ഞാൻ നോക്കി സംസാരിച്ച്, ഞാൻ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് തരണം,
ബ്രഹ്മജ്ഞാനം എനിക്ക് തരുമോ, എന്നാലേ ഞാൻ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോവും. അപ്പോൾ ഇവിടെ വന്ന ബ്രഹ്മജ്ഞാനം കിട്ടുന്ന ആരാ പറഞ്ഞത്? അതെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന ആൾ ഒരു സന്യാസിയാണ്, ഉപായപ്പെട്ടവനല്ല. ഒരു സന്യാസിയായി ഇരുന്നിട്ടും അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം മറ്റു പ്രകാരത്തിൽ ലഭിക്കാതെ നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ചോദിക്കാൻ പ്രേരിപ്പിച്ചത് ആരാ? അതാണ് മനസ്സിലുള്ള തീവ്രത. ജ്ഞാനദാഹം എന്ന് പറയുന്നത് വലിയൊരു ദാഹ. ഭക്തിദാഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ദാഹ. നിങ്ങൾ പലരും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവും, എനിക്ക് തോന്നുന്നില്ല അത് ഭക്തിദാഹത്തോടു കൂടിയാണ്. ദാഹം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചാലേ അത് നിൽക്കൂ. ആ ദാഹം വളരെ വിശേഷപ്പെട്ടതാണ്. അങ്ങനെ ഒരു ദാഹത്തോടു കൂടി വന്നപ്പോൾ അവസാനം നമ്മുടെ ഗുരുദേവ് സമ്മതിച്ചു അത്രേ. എന്നിട്ട് അവിടെ ഇരുന്നു, ദീക്ഷയൊക്കെ കൊടുത്തു, ധ്യാനിപ്പിച്ചു. അങ്ങനെ 6 മാസവും മറ്റും ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഗുരും മുനിമുപാവ്രജേ, മുനിയായിരിക്കുന്ന, മൗനം പരിശീലിക്കുന്ന, നിർവികൽപ്പ സമാധിസ്ഥനായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം എന്നാണ് പറയുന്നത്. സാധാരണ നമുക്ക് വൈരാഗ്യം മാത്രം മതിയോ? ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റി പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 ശ്ലോകമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. നമ്മുടെ വിചാരസരണിയിലും വിചാരസേതുവിലും ഒക്കെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം. ഈ ശ്ലോകങ്ങളിലൂടെ നമ്മുടെ ശാസ്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നതായ ആ മാധുര്യമുണ്ടല്ലോ, ആ ആനന്ദം, ആ സൗഭാഗ്യം, അത് അവർണ്ണനീയമാണ്. ഗോകർണൻ അച്ഛനോട് പറയുന്നതാണിത്. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ. ശരിയായ ധർമ്മം എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കൂ, പിന്തുടർന്നുകൊണ്ടിരിക്കൂ അച്ഛ. ത്യജലോകധർമാൻ. ഈ ലോകത്തിൽ പല ഗണനകളും പല മാനദണ്ഡങ്ങളുമുണ്ട്. അവർ ജനങ്ങളെ സ്വീകരിക്കുന്നതായ തോതുകളുണ്ടല്ലോ. പണമുള്ളവൻ, പ്രതാപമുള്ളവൻ, ആൾ സ്വാധീനമുള്ളവൻ, മക്കളും കുട്ടികൾക്കും പ്രചാരവും യോഗ്യതയും ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ലോകം മാനിക്കുക. ആ ലോകത്തിന് മനസ്സ്, മനഃശുദ്ധി, ബുദ്ധി, ബുദ്ധി സൂക്ഷ്മത, അന്തരാത്മാവ്, ആത്മസാക്ഷാത്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് അറിയില്ല. അതിനൊരു മാനദണ്ഡവുമില്ല. അപ്പോൾ ലോകധർമ്മങ്ങളെ, ആ ലോകഗണനകളും അതിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഗണനകളൊക്കെ അങ്ങോട്ട് വിട്ടേക്കൂ. എന്നിട്ട് ആ അവസാനമുള്ള ഒരു ഏകരൂപത്തിലുള്ള ഒരു ധർമ്മമുണ്ട്, അതിനെ ഭജിക്കൂ. സേവസ്വ സാധുപുരുഷാൻ. സജ്ജനങ്ങൾ, അറിവുള്ളവർ, തത്വജ്ഞാനികൾ, അവരെ പോയി സേവിക്കൂ. ജഹി കാമതൃഷ്ണാം. മനസ്സിൽ ഒരു തരത്തിലുള്ള കാമമോ തൃഷ്ണയോ പാടില്ല, അതിനെ ഉപേക്ഷിക്കൂ. മാത്രമല്ല അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ. അന്യസ്യ, വേറെ ഒരാളുടെ ദോഷഗുണചിന്തനം, അവരുടെ ഗുണവും ദോഷം, ഇതിനെപ്പറ്റി നിങ്ങളെന്തിനാണ് ചിന്തിക്കുന്നത്? അവരുടെ ഗുണമാകാം, അവരുടെ ദോഷമാകാം. അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ദോഷം പിടിപെടുകയാണ്. അന്യൻ്റെ ഗുണത്തിനെക്കുറിച്ച് വാഴ്ത്തുകയോ സ്തുതിക്കുകയോ ചെയ്താൽ വിരോധമില്ല. ദോഷം എന്ന് പറഞ്ഞാൽ ആ ദോഷം നിങ്ങളിലാണ് പതിയാൻ പോകുന്നത്. ആശു മുക്തുവ, എത്രയും വേഗം അതിൽ നിന്ന് മോചനം നേടി അത് വിട്ട് സേവാകഥാരസമഹോ നിതരാം പിബത്വം. എന്താ അതിനർത്ഥം? സേവാകഥാരസം, സജ്ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതാണ് സേവ. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എന്തോ ദൈഹികമോ, അല്ല അദ്ദേഹം പുസ്തകം എഴുതുകയാണെങ്കിൽ എഴുതുന്നതിന് സഹായിക്കുകയെ, സംസാരിക്കുകയാണെങ്കിൽ അതിന് സഹായിക്കുകയെ, ഇങ്ങനെ ടെലികാസ്റ്റ് നടത്തുകയാണെങ്കിൽ അതിന് വല്ല സൗകര്യങ്ങളും വേണമെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനെ എന്തോ പലതും. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എൻ്റെ മുൻപിൽ ഒരു കടലാസുണ്ട്, ഒന്നല്ല ഒന്നിലധികം ഉണ്ട്. ആ കടലാസിൽ ഈ ശ്ലോകങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കുറച്ച് വലുതായ അക്ഷരത്തിൽ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുക ഞാൻ ചെയ്യുന്നത്. ഒറിജിനൽ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഈ ഷീറ്റ്സൊക്കെ പകർത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് സമയം വേണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരാൾക്ക് സഹായിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇങ്ങനെ പലതുമുണ്ട്, എഴുതാൻ, വായിക്കാൻ, സംസാരിക്കാൻ. ഇപ്പം എന്നെ ആരെങ്കിലും ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയാൽ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക. അവിടുന്ന് ആശ്രമത്തിൽ നിന്ന് 1-2 ആൾക്കാർ വരും. പോകുന്ന സമയത്ത് ചിലപ്പോൾ പുസ്തകങ്ങളും മാസികയും ഒക്കെ ജനങ്ങൾക്ക് അറിയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് വരാം. അപ്പം ഞാൻ പോകുന്നതിന് മുൻപ് ഒരു വണ്ടിയിൽ ഈ സാധനങ്ങളും 2-3 ആളും കൂടി മുൻപിൽ പോവാറുണ്ട്. ഇതൊക്കെ സേവനത്തിൽപ്പെട്ടതാണ്.
അങ്ങനെ ബഹുമുഖമായ പ്രവൃത്തികൾ ഒരു ഗുരുവിൻ്റെ ഗുരുസ്ഥാനത്ത് ഉണ്ടായി എന്ന് വരാം. അങ്ങനെ എന്ത് കാര്യത്തിലായാലും സേവനം ചെയ്തുകൊണ്ട് കഥാരസമഹോ, ഹരികഥകൾ, ഈശ്വര കഥകൾ, തത്വകഥനങ്ങൾ എവിടെ നടക്കുന്നുവോ, ഒരു ഗുരു തന്നെ എന്താ ചെയ്യുക? എന്തുകൊണ്ടാണ് അദ്ദേഹം ഗുരുവായത്? ലൗകിക വർത്തമാനം പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം ഗുരു? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? ആത്മതത്വങ്ങളാണ്, ബ്രഹ്മതത്വങ്ങളാണ്, ഈശ്വര സത്യങ്ങളാണ്. പരമകല്യാണ നിധിയായ ശ്രീഹരിയുടെ വൈഭവത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുക. ഹരി എന്തെല്ലാം ലോകത്തിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു, എപ്പോഴെല്ലാം അവതരിച്ചു, ആ അവതാരങ്ങളുടെ വിശേഷങ്ങൾ എന്തെല്ലാം, ഇങ്ങനെ പലതുമായി പറഞ്ഞുകൊണ്ടിരിക്കും. അത് മുഴുവനും കേൾക്കുക. കാതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ ആ കേട്ട വാക്കുകൾ കർണപുടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ആ ഇയർ ഡ്രം വരെ മാത്രമേ അത് ശബ്ദമായിട്ടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മനോമേഖലയിലേക്ക് ചെല്ലുന്നത് ശബ്ദമായിട്ടല്ല, ആർക്കും പറയാൻ പറ്റാത്ത, നിർവചിക്കാൻ പറ്റാത്ത ആശയ തരംഗങ്ങളായിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്. അത് ഓരോന്നും ഇറങ്ങി അങ്ങോട്ട് ചെന്നാൽ മനസ്സിലിങ്ങനെ പതിഞ്ഞ സ്ഥാനം പിടിക്കുക. അപ്പം മനസ്സിൻ്റെ പരിവർത്തനം. അതല്ലേ പ്രേക്ഷകരെ പരീക്ഷത്തിന് 7 ദിവസം കൊണ്ടുണ്ടായത്? മാസങ്ങളോളമായി മുക്തിസുധാകരം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പരീക്ഷത്തിന് വന്നതുപോലെ ഒരു പരിവർത്തനം നിങ്ങൾക്കും വന്നു കാണേണ്ടതാണ്. വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കൂ. സാധിച്ചാൽ എന്നെ ഒന്ന് അറിയിക്കൂ. എനിക്ക് സന്തോഷമോ അല്ലെങ്കിൽ അറിവെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ സേവാകഥാരസമഹോ സതതാം പിബത്വം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കെന്താ? എപ്പോഴും അത് കുടിക്കൂന്ന. എന്തു കുടിക്കണേ? കഥാരസം. നമ്മൾ സാധാരണ പായസം, പ്രഥമൻ ഇതൊക്കെ കഴിക്കാറുണ്ടല്ലോ. ഊണ് കഴിക്കുന്നത് പോലെയല്ല. ഇന്നത്തെ കാലത്ത് ഒരു കപ്പിലൊക്കെ മേടിച്ച് കുടിക്കുക ചെയ്യുക. ഞങ്ങളൊക്കെ ഇലയിലൊഴിച്ച് കൈകൊണ്ട് കഴിക്കുക പതിവ്. അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ അതാ ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ കപ്പും സ്പൂണുമാണ്, അത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങനെ കുടിക്കുക. അങ്ങനെ പ്രഥമൻ, അടപ്രഥമൻ, പാലടപ്രഥമനൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുന്നത് പോലെ സേവാകഥാരസമഹോ നിതരാം പിബത്വം. സതതം പിബത്വം, എപ്പോഴും അതങ്ങനെ കുടിച്ചോളൂന്ന്. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം. ഇതിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാം. എന്ത്? അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ. ഇന്ന് മുതൽക്ക് നിങ്ങൾ ഒരൊറ്റ ആളുടെ ദോഷവും ഗുണവും ചിന്തിക്കേണ്ട. അവനവൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കിക്കോളൂ. എന്നിട്ട് ദോഷമകറ്റു, ഗുണത്തിന് ശക്തി കൂട്ടും. വേറെ ഒരാളുടെ ഗുണദോഷങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേ വേണ്ട. കുട്ടികളെ വളർത്തുന്നു എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഗുണദോഷ ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി അവർക്ക് ഉപദേശിച്ചോളൂ, വിരോധമില്ല. ദേഹേ സ്ഥിമാം സരുധിരേഭിമതിം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗദിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ. അവസാനത്തെ ശബ്ദം എന്താ? ഭക്തിനിഷ്ഠ ഭവ. ആ ഭക്തി എന്ന് പറയുന്നത് ഒരു നിഷ്ഠയായി തീരട്ടെ. അത് അവലംബിക്കൂ, അനുസരിക്കൂ, അനുധാവനം ചെയ്യൂ, പിന്തുടരൂ. എന്താ ഭക്തിനിഷ്ഠ? ദേഹേ സ്ഥിമാം സരുധിരേ അഭിമതിം ത്യജത്വം. ആദ്യമായിട്ട് അഭിമാനം വിട്ടുകളയണം. എന്തഭിമാന? ദേഹേ അസ്ഥിമാം സരുധിരേ. അസ്ഥി, മാംസം, രക്തം, ജലം, മജ്ജ ഇതൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ ദേഹം. ആ ദേഹത്തിലാണ് നാം ഞാൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഞാനാവുക? ഞാൻ എന്ന് പറയുന്നത് ചേതനാത്മകമാണ്, ഒരു ഉണർവാണത്, ഒരു ബോധമാണ്. ആ ബോധസ്വരൂപത്തിലുള്ള ഞാൻ ജഡരൂപമായിരിക്കുന്ന ദ്രവ്യരൂപമായിട്ടുള്ള ദേഹം എങ്ങനെയാവും? ഈ ദേഹത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാ? അസ്ഥി, മാംസ, രുധിരം. ഇതിൽ അസ്ഥിയുണ്ട് ഇങ്ങനെ നിലയ്ക്ക് നിലനിർത്താൻ, മാംസമുണ്ട് പൊതിഞ്ഞിട്ട്, സഞ്ചരിക്കാനായിട്ട് രക്തമുണ്ട്, വായുവുണ്ട്. ഇതൊക്കെ കൂടിയതാണ് നമ്മുടെ ദേഹം. ആ ദേഹം ഒരിക്കലും ഞാനാവില്ല, എൻ്റെ ദേഹമാണ്. ഒരു വീട് നിങ്ങളാവുമോ? ഇല്ലല്ലോ. വസ്ത്രം നിങ്ങളാവുമോ? ഇല്ലല്ലോ. അതുപോലെ ദേഹവും നമ്മളല്ല.
അപ്പം അതിൽ തെറ്റായിട്ട് നാം പുലർത്തി വരുന്നതായ അഭിമാനം, എൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള തോന്നൽ അതങ്ങോട്ട് വിടൂ. ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച. ഭാര്യ, കുട്ടികൾ, ഗൃഹം, ജീവിതത്തിന് വേണ്ട അനവധി സൗകര്യങ്ങളും ഫിക്സഡ് ഡെപ്പോസിറ്റ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും അതിലുള്ള മമതയെ വിടൂ, ഉപേക്ഷിക്കൂ. മമതാം വിമുഞ്ച. എൻ്റെ എന്നൊരു തോന്നൽ അങ്ങനെ കരിമ്പാറ ഉറച്ചു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് ഈ സാധനങ്ങളിൽ മുഴുവനും. ആ മമതയെ വിടൂ. പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ടം. അനിശം എപ്പോഴും പശ്യ, കാണൂ. എന്താ കാണേണ്ടത്? ഈ കാണൽ കണ്ണുകൊണ്ടല്ല. കണ്ണുകൊണ്ട് കാണുന്നത് നമ്മെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. എന്താണത്? ക്ഷണഭംഗനിഷ്ഠം. ഇത് വളരെ ക്ഷണികമാണ്, ക്ഷണഭംഗമാണ്. ഇത് ചപലവും ചഞ്ചലവും നശ്വരവുമാണ്. ഈ ലോകത്തിൽ എന്തോ ആയിക്കോട്ടെ, ജനിച്ച കുട്ടി, പ്രായപൂർത്തി വന്ന അച്ഛനമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, അങ്ങനെ വൃക്ഷങ്ങൾ, ചെടികൾ എല്ലാം തന്നെ ഇവിടെ ക്ഷണഭംഗമാണ്. വൈരാഗ്യരാസകരസികോ ഭവഭക്തിനിഷ്ഠ. ഇങ്ങനെ എല്ലാം തന്നെ ക്ഷണഭംഗമാണെന്നുള്ളൊരു ബോധം മനസ്സിൽ വരുമ്പോൾ പ്രകൃത്യ അതിനോട് തോന്നുന്നതാണ് വൈരാഗ്യം. ആ വൈരാഗ്യത്തിലാകട്ടെ അച്ഛൻ്റെ രാഗം, സ്നേഹം. അപ്പോൾ വൈരാഗ്യരാഗരസികോ. ഇവിടുന്ന് അങ്ങടെ അച്ഛൻ രസിക്കേണ്ടത് എന്തിലാ? വൈരാഗ്യത്തിൽ. ആ വൈരാഗ്യത്തിലോടാകണം അച്ഛന് തോന്നുന്ന സ്നേഹം, അച്ഛന് തോന്നുന്ന ഉത്സാഹം, തീവ്രത എല്ലാം. ദേഹേ സ്ഥിമാം സരുധിരേഭിമതിം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച. പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവ ഭക്തിനിഷ്ഠ. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? അജിജ്ഞാസിത മദ്ധർമ്മോ ഗുരും മുനിമുപാവ്രജേത്. ആ പരമസത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്നുപെടൂ. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം നിതരാം പിബത്വം. താവത് പരിചരേത് ഭക്തഃ ശ്രദ്ധാവാൻ അനസൂയകഃ യാവത് ബ്രഹ്മ വിജാനീയാത് മാമേവ ഗുരുമാതൃതഃ. താവത് പരിചരേത് ഭക്തഃ ശ്രദ്ധാവാൻ അനസൂയകഃ. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് എന്തിനാ? ആ ഗുരുവിനോട് ഒരു സംഘവും ഒരു സംസർഗവും പിന്തുടരാനാണ് പോകുന്നത്. അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെ കണ്ടു, തൊഴുതു, നമസ്കരിച്ചു, ഇങ്ങോട്ട് പോന്നു, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പോകണ്ട. അതിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ നമസ്കരിച്ചൊക്കെ വരാനായിട്ട്. ഭഗവാനെ കണ്ടു, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ട് അവരാ പോയി. ഭഗവാൻ ഇരിക്കേണ്ട ഇടത്തിരുന്നു, അവർ പോകേണ്ട ഇടത്ത് പോയി. അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഗുരുവിൻ്റെ അടുത്ത് പോയി അവിടെ അദ്ദേഹത്തിനോട് കൂടി ജീവിക്കണം. താവത് പരിചരേത് ഭക്തഃ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയി എപ്പോഴും പരിചരണം എന്നുള്ളതാണ് അവിടെ ഉപയോഗിക്കുന്ന വാക്ക്. അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് നിന്ന് എന്താ വേണ്ടേ? ദൈഹികമായിട്ടുള്ള വല്ല സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തിനെ സേവിക്കാനും ശുശ്രൂഷമാക്കുവാനുമായി എത്ര കാലം? താവത് പരിചരേത്. ഒരു ഭക്തൻ അത്രത്തോളം കാലം അതുവരെ പരിചരിക്കണത്രേ. ശ്രദ്ധാവാൻ അനസൂയകഃ. എങ്ങനെ? അതീവ ശ്രദ്ധയോടുകൂടി. 2-3 തരത്തിലാണ് ശിഷ്യന്മാർ. ഉത്തമ ശിഷ്യനോട് പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ വേണ്ട കാര്യങ്ങൾ നോക്കി ചെയ്യും. നമ്മൾ പറയണ്ട. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ശിഷ്യൻ വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ടാവും. കുറേ നേരമായി വർത്തമാനം പറയണു, കുറച്ച് വെള്ളം വേണ്ടി വരും എന്ന് പറഞ്ഞ് തയ്യാറായിട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇനി ചില ആൾക്കാരുണ്ട് ശിഷ്യന്മാർ, പറഞ്ഞാൽ പോയി ചെയ്യും. 3-മത്തെ ശിഷ്യനോ പറഞ്ഞാലും ചെയ്യില്ല, മറന്നുപോകും. താവത് പരിചരേത് ഭക്തഃ ശ്രദ്ധാവാൻ അനസൂയകഃ. എന്തിനാ ഇവിടെ അനസൂയകഃ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ശ്രദ്ധ വേണം, എന്നാൽ മനസ്സിൽ ഒരു തരത്തിലുള്ള അസൂയ ഉണ്ടാവരുത്. എന്താ ഈ അസൂയ? ചില സമയത്ത് ഗുരു അദ്ദേഹം ആ പറഞ്ഞത് ശരിയായോ, ആ ചെയ്തത് ശരിയായോ, അപ്പോൾ അദ്ദേഹത്തിൽ സംശയം തോന്നുക. ഈ ഗുരു എന്ന് പറയുന്ന ആൾ ഒരു മനുഷ്യനാണ്.
ആ മനുഷ്യനും പ്രകൃതി വാർത്തെടുത്ത ഒരു വ്യക്തിയാണ്. ആ പ്രകൃതി വ്യക്തിത്വത്തിൽ എന്തെല്ലാം ബാക്കിയുള്ളവർക്കുണ്ടോ അതുപോലെ പലതും അവിടെ കണ്ടു എന്ന് വരാം. പിന്നെ അദ്ദേഹം തൻ്റെ വിവേകത്താലും വിശേഷബുദ്ധിയാലും അധ്യാത്മമായിരിക്കുന്ന സാധനയാലും തൻ്റെ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്തെടുക്കുക. ഇപ്പം നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളത് തിരഞ്ഞെടുത്ത ജന്മമല്ല. അച്ഛനമ്മമാരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല. പ്രസവിച്ചൊരു കുട്ടിയായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അച്ഛനമ്മമാരുടെ കുട്ടിയാണ്. മുതിരുമ്പോൾ അച്ഛനമ്മമാരിൽ പല തെറ്റുകളും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ നാം പുറത്തു പറയാറില്ല എന്നേ ഉള്ളൂ. അപ്പം ആരും തികഞ്ഞ പത്തരമാറ്റ് തങ്കമായിട്ട് ജനിക്കണമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. പക്ഷേ ഏത് ജീവിതമായാലും ആ ജീവിതത്തെ നമുക്ക് ഭക്തി കൊണ്ട് പവിത്രമാക്കി സ്ഫുടം ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധാവാൻ അനസൂയക. അപ്പോൾ ഗുരു പറയുന്ന വാക്കുകളിൽ സംശയമോ അതിൽ അനാവശ്യമായി തർക്കത്തിനോ തകരാറിനോ ഒന്നും പോകരുത്. എങ്ങാനും സംശയം തോന്നിയാൽ വളരെ ഔചിത്യത്തോടു കൂടി നാളെ ഇങ്ങനെ പറഞ്ഞുവല്ലോ, മനസ്സിനൊരു സംശയം തോന്നുന്നു, എന്താണാവോ എന്നൊക്കെ പറയുന്നതിന് വിരോധമില്ല. പരിപ്രശ്നേന സേവയ എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. പക്ഷേ ഒരിക്കലും തോന്നരുത് അസൂയ. ചില ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്തുകൂടിയൊക്കെ പോവും. കുറച്ച് കഴിഞ്ഞാൽ ശിഷ്യന് തോന്നുകയാണ് ഈ കാര്യം ഗുരുവിനറിയില്ല, എനിക്കാ കൂടുതൽ അറിയാമെന്ന്. അങ്ങനെ തോന്നുന്നവരുണ്ട്. ഞാനിത് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കുമോ എന്നറിയില്ല. ഗുരുവിൻ്റെ അടുത്ത് അസൂയ ഇതുവരെ തോന്നാമെന്ന് പറഞ്ഞാൽ ഗുരു വളരെ ഖ്യാതിയുള്ളവനാണ്. ഞാൻ അവിടെ ചെന്ന് പെട്ടു, ഇനി എൻ്റെ ഗുരു ഉള്ളിടത്തോളം കാലം എനിക്ക് ശോഭിക്കാൻ പറ്റില്ല ജനങ്ങളുടെ ഇടയിൽ എന്ന് വിചാരിച്ച് ഗുരുവിനെ കൊന്ന ശിഷ്യന്മാരും കൊല്ലാൻ പുറപ്പെട്ടവരും ഉണ്ട് അവിടെ. ഒരു സ്ഥലത്തും ഈ അന്യായം ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ കൽമഷങ്ങളുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ കടുന്നൽ കൂടാതെ. അപ്പം അങ്ങനെയുള്ളവരുമുണ്ട്. യാവത് ബ്രഹ്മ വിജാനീയാത് മാമേവ ഗുരുമാതൃത. ഗുരുവോട് നമുക്കുള്ള മനോഭാവം എന്തായിരിക്കണം? മാം ഏവ ഗുരുമാതൃത. നമുക്ക് കാണുന്ന പ്രത്യക്ഷ ദൈവമാണ് ഗുരു എന്ന് വിചാരിച്ചു പോകണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ടുള്ളത് എന്തിനാ? ബ്രഹ്മവിദ്യ, ആത്മസാക്ഷാത്കാരം അത് നേടാൻ വേണ്ടിയിട്ടാണ്. അത് അടിച്ചു മേടിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള സമ്പത്തൊന്നും മോഷണത്തിന് വിധേയമല്ല. ബലം പ്രയോഗിച്ചും ഒരാളുടെ അടുത്തുനിന്ന് ഒന്ന് മേടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കലും സാധിക്കില്ല. വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഊഷ്മളതയോടുകൂടി നാം പോയാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞു തരുള്ളൂ, ഗ്രഹിക്കുള്ളൂ. യാവത് ബ്രഹ്മ വിജാനീയാത്. എത്രത്തോളം കാലം സേവനം ചെയ്ത് ശുശ്രൂഷിച്ച് അദ്ദേഹത്തിൻ്റെ വാങ്മൊഴികൾ നാം കേട്ട് ഗ്രഹിച്ച് അത് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച് ആ പതിപ്പിച്ചതിനെ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവന്ന് അവസാനം തനിക്കും താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, അനുഭവം വേണ്ടതുപോലെ വേണ്ട അളവിൽ ലഭിക്കുന്നുവോ അതുവരെ അവിടെ കഴിഞ്ഞുകൂടിക്കൊള്ളുകയാണ്. എത്രത്തോളം കാലം ഗുരുവിൻ്റെ അടുത്ത് കൂടണം? സേവനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കാം, നിധിധ്യാസനം നടത്താം, കേട്ടതിനെക്കുറിച്ച് ആലോചിക്കാം, മനനം ചെയ്യാം. ഒരു പൂർണ്ണ സമയ സാധനയാവും ഒരു ഗുരുവിൻ്റെ അടുത്ത്. താൻ തന്നെ ഇരുന്ന് സാധന ചെയ്താൽ ഒരു 10 കൊല്ലം കൊണ്ട് നമുക്ക് വരുന്ന നേട്ടം ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പക്ഷേ 10 മാസം കൊണ്ടോ 10 ആഴ്ച കൊണ്ടോ സാധിച്ചു എന്ന് വരാം. എന്താ കാരണം? സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ, അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ, ആ അനുഗ്രഹ ബുദ്ധിയിൽ അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കൊരു കല്ലിൻ്റെയോ ഒരു പടത്തിൻ്റെയോ മുൻപിൽ ചെന്നാൽ അത് കിട്ടില്ല. അപ്പോൾ സ്വയം ഒരിടത്തിരുന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതോ ഇതോ എവിടെയോ അവിടെയോ എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ. അപ്പോൾ അവിടെ ചെന്ന് എത്രത്തോളം കാലം സേവനം ചെയ്തു കൂടണം? യാവത് ബ്രഹ്മ വിജാനീയാത്. സ്വയം ബ്രഹ്മത്തെ നല്ല പോലെ മനസ്സിലാകുന്നത് വരെ ഗുരുവിനെ ഞാനായിട്ട് ആദരിക്കണം എന്ന്. നിങ്ങളോട് ഞാൻ മുമ്പ് പറയുണ്ടായി. എന്ത്? ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിത്രം കഴിഞ്ഞതിന് ശേഷം നാരദ മഹർഷി യുധിഷ്ഠിരന് പൂർണ്ണമായ ധർമ്മോപദേശം നൽകുന്നുണ്ട്. അതിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നാരദൻ പറയുന്ന ഒരു ഭാഗത്തിൽ ഈ പറഞ്ഞ ഭാഗത്തോട് പ്രസക്തമാകുന്ന 1-2 ശ്ലോകമെടുത്ത് ഞാൻ നിങ്ങളോട് വിവരിച്ചു തരാം. കൃഷ്ണൻ പറയുന്നത് എന്താ? ആചാര്യം മാം വിജാനീയാത് നാവമന്യേത കർഹിജിത് ന മർത്യബുദ്ധ്യാ അസൂയേത സർവദേവമയോ ഗുരുഹു എന്നാണ് 27-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്.
നാരദ മഹർഷി പറയുന്നത് എന്താ? യസ്യ സാക്ഷാത് ഭഗവതി ജ്ഞാനദീപപ്രദേ ഗുരൗ മർത്യാസദ്ധീഹി ശ്രുതം തസ്യ സർവം കുഞ്ചരശൗചവത്. എന്താ പറയുന്നത്? യസ്യ സാക്ഷാത് ഭഗവതി ജ്ഞാനദീപപ്രദേ ഗുരൗ. ശിഷ്യനായാലും ഭക്തനായാലും അവരുടെ ഗുരുവിനെ സംബന്ധിച്ച് സാക്ഷാത് ഭഗവതി ജ്ഞാനദീപപ്രദേ ഗുരൗ. വാസ്തവത്തിൽ ഗുരു അല്ലാതെ നമുക്കൊരു പ്രത്യക്ഷ ദൈവമില്ല. ലോകമുണ്ട്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമകളുണ്ട്, നാം വരച്ചിട്ടുള്ള പടങ്ങളുണ്ട്, സാളിഗ്രാമമുണ്ട്, ശിവലിംഗമുണ്ട്. ഇതല്ലാതെ ഒരു ഗുരുവിനെ, ഒരു ഭഗവാനെ നിങ്ങൾ എവിടെയാണ് കാണുക? ഏതെങ്കിലും ഒരു ഭഗവത്വം നമുക്ക് ഉപദേശിച്ച് തരാനുള്ള ആളുണ്ടെങ്കിൽ അത് ഗുരു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് സാക്ഷാത് ഭഗവതി എന്ന് പറഞ്ഞത്. സാക്ഷാത്തായിരിക്കുന്ന ഭഗവാൻ ജ്ഞാനദീപപ്രദേ ഗുരു, ജ്ഞാനദീപപ്രദേ ഗുരൗ. നമുക്ക് ജ്ഞാനം എന്ന് പറയുന്ന ഒരു ദീപം, പ്രകാശിക്കുന്ന ദീപമാണ്. അതിൽ നിന്ന് പ്രകാശം കിട്ടുന്നത് പോലെ ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമുക്ക് ജ്ഞാനം അദ്ദേഹത്തിൻ്റെ മൊഴികളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, വീക്ഷണങ്ങളിലൂടെ വെളിപ്പെടൂ. അപ്പം ജ്ഞാനപ്രദീപമായിരിക്കുന്ന ഒരു ഗുരു, സാക്ഷാത്തായിരിക്കുന്ന ഭഗവാൻ ഗുരു, ആ ഗുരുവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന് വിചാരിച്ച് മനുഷ്യബുദ്ധി വച്ച് സംശയിക്കുക, അസൂയപ്പെടുകയോ ചെയ്താൽ അത് വളരെ തെറ്റും ഒരു പാപവുമാണത്രേ. സർവം കുഞ്ചര ശൗചവത് എന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിലൊരു തീണ്ടൽ വന്നു എന്നിരിക്കട്ടെ, അവിടെ പോയി താമസിക്കുന്നതും സേവിക്കുന്നതും പഠിക്കുന്നതും പരിശ്രമിക്കുന്നതുമെല്ലാം നിഷ്ഫലമാവും, കൊട്ടയിൽ വെള്ളമൊഴിക്കുന്ന മാതിരിയാവും. ഇവിടെ നാരദ മഹർഷി പറയണത് എന്താ? സർവം കുഞ്ചര ശൗചവത്. ഒരാന, കറുത്ത ആനയാണ്, അതിന് വെള്ളമൊഴിച്ച് കുളിപ്പിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതിനെ കൊണ്ടുപോയി നന്നായി കുളിപ്പിച്ചു, ചകിരി കൊണ്ട് ഉരച്ചൊരച്ച് അതൊക്കെ കഴിച്ചൊരു മരത്തിൽ കൊണ്ട് കെട്ടിയാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് തുമ്പി കൈ കൊണ്ട് പൊടി വാരി മുതൂത്തിടും. ഈ കുളിപ്പിച്ചത് പിന്നെ എന്തിനാ? അങ്ങനെ കുഞ്ചര ശൗചവത്, ആനയെ വെളുപ്പിച്ച് നല്ലോണം ഉരച്ചു കുളിപ്പിക്കുന്ന മാതിരിയാണ്, പൊടി വാരി ഇടുന്ന പോലെയാണ് ഈ ഗുരുവിൻ്റെ അടുത്ത് പോയാൽ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് ശരി, സംസർഗവും ശരി, സംഘവും ശരി, എല്ലാം ശരി. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യബുദ്ധിയോടുകൂടി ആ ഗുരുവിനെ കണ്ട് അവനവൻ്റെ മനസ്സിനെ കേടുവരുത്തരുത് എന്ന്.